ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രോഗ്രാം തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ ആരോട് പറയാൻ കൊള്ളാം. അവരെ ഒരു ഉദ്ഘാടകനായി വിളിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ കേരളത്തിലേക്ക് പ്രധാനമന്ത്രിയെ ആ പരിപാടിയുടെ ഉദ്ഘാടകനായി വിളിച്ചാൽ കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയാണ് അതിന്റെ പ്രോഗ്രാം തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയക്കുക. അവിടെ നിന്ന് ആരെങ്കിലും പേര് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കാരണവും കാര്യമൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ലെറ്റർ മുഖാന്തരമോ ഇനി അതെല്ലാം നേരിട്ടോ ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. അത് പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഗവർണർ ആയാലും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫൈനലൈസേഷൻ നടത്തുന്നത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് അവരുടെ ഓഫീസുകളാണ്. ആ ഓഫീസുകളാണ് അതിന് PMO ആണെങ്കിൽ PMO. അത് ഇവിടെ നിന്ന് അയക്കുന്ന ഒരു ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും ഒരു മാറ്റം ഉണ്ടാവുകയോ ഇനി അതല്ലെങ്കിൽ വെട്ടിത്തിരുത്തലുണ്ടാവുകയോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു എന്നോ അല്ലെങ്കിൽ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരെന്ന് പറയാൻ കൊള്ളാം. പ്രധാനമന്ത്രിയാണോ അവിടുത്തെ അധ്യക്ഷനെ തീരുമാനിക്കുന്നത്? പ്രധാനമന്ത്രിയാണോ അവിടെ ചെയറിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരെ തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ അവരുടെ ഓഫീസാണോ? അവിടെ അയക്കുന്ന ലിസ്റ്റിനനുസരിച്ചിട്ടാണ് അവിടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് അവിടെയാണെന്നാണ് സർക്കാർ പറഞ്ഞത്. PMO ആണ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. ആ ലിസ്റ്റിൽ ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയത് അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ഞാൻ പറയാന്ന് ഈ നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ക്ലർക്കുമാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഒരു സാധാരണ ഓഫീസിലെ ക്ലർക്കിന് പോലും അറിയാം ഒരു പ്രോഗ്രാമിന്റെ ഫൈനലൈസേഷൻ സർക്കാർ തലത്തിൽ നടക്കുമ്പോൾ സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും, സെക്യൂരിറ്റി റീസൺ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം. സെക്യൂരിറ്റി രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തുന്നതും സെക്യൂരിറ്റിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അത് മിയർ പൊളിറ്റിക്സ് ആണ്. വളരെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യമോ ആവശ്യകതയാണ്. അതിൽ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്താത്ത കാര്യം പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നല്ല, അവിടുന്ന് ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. അവിടേക്ക് പോയതിൽ അവിടേക്ക് അയച്ചതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ട്. എനിക്ക് അങ്ങോട്ട് തിരിച്ചൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിപക്ഷ നേതാവിന്റെ പേര് വെട്ടി തിരിച്ചയച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ സർക്കാർ പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വന്നിട്ടില്ല എന്നേ മന്ത്രി പറഞ്ഞുള്ളൂ. ആ ലിസ്റ്റ് അങ്ങോട്ട് അയച്ചു. ആ ലിസ്റ്റിൽ ഇങ്ങോട്ട് വന്നില്ല. പകരം ഇത് ഉൾപ്പെടുത്താൻ പറഞ്ഞു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തലയിലേക്ക് ഒന്നിടുകയും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ സർക്കാർ പറയുമോ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് അയക്കുന്ന ഒരു മിനിമം ധാരണ വെച്ച് താങ്കൾക്ക് തോന്നുന്നു? പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് പദവിയുള്ള ഒരു ചുമതലയുള്ള ആളല്ലേ? അതുകൊണ്ടാണോ BJP സംസ്ഥാന പ്രസിഡന്റ്? ഞാൻ ശരത്തിനോട് തിരിച്ചു ചോദിക്കും. നിങ്ങൾ രണ്ടും കൂടി പറയരുത്. എങ്ങനെ രണ്ടും ഒന്നല്ല? അല്ലല്ല, ഞാൻ പറയട്ടെ. ഞാൻ പ്രതിപക്ഷ നേതാവല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖരന്റെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൽ വരുന്ന പേരല്ലേ? അല്ല, രാജീവ് ചന്ദ്രശേഖറിലേക്ക് ഞാൻ വരാമെന്ന് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ വെട്ടി എന്ന് നിങ്ങൾ പറയുന്നത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വെക്കാത്തതിന്റെ കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. താങ്കൾ പറഞ്ഞൊരു കേസില്ല. പ്രതിപക്ഷ നേതാവിന്റെ പേര് വെട്ടി എന്ന് പറയാനായിട്ടില്ല നമുക്ക്. ഞാനൊന്ന് പറയട്ടെ. ഇനി രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഫൈനലായിട്ട് തീരുമാനം എടുക്കേണ്ടത് ഓഫീസാണ്. അതേ നിങ്ങൾ തന്നെ പറയുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ വെക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർബന്ധിച്ച് പറഞ്ഞു. ആരോട് പറഞ്ഞു? നിർദ്ദേശിച്ചു. അരുൺ, നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആവാം. അങ്ങനെയാണെങ്കിൽ മെട്രോയിൽ എങ്ങനെയാണ് അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് വന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ KPCC പ്രസിഡന്റ് വരില്ലേ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരില്ലേ? മറ്റു അങ്ങനെയല്ലല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. അതായത് ശരത്തിന്റെ കയ്യിൽ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ വെക്കാൻ അയച്ച ലെറ്ററും ഇനി രാജീവ് ചന്ദ്രശേഖരനെ വെക്കാൻ പറഞ്ഞ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു. അതെന്ത് വാദമാണ്? അതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള മന്ത്രി പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊരു യുക്തിസഹമല്ല താങ്കളുടെ വാദം. അരുൺകുമാർ, ഞാൻ നിയാസിലേക്കും വരാം. അരുൺകുമാർ, ബിജെപിയുടെ ഈ വാദം, ഈ ആർഗ്യുമെന്റ് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുമോ? അല്ല, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ കൃത്യമായി ഈ ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണനെയോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. കാരണം BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉൾപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി ആ പേര് ഉൾപ്പെടുത്തി എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത്. കുമ്മനം രാജശേഖരൻ എങ്ങനെയാണ് അന്ന് മെട്രോയിൽ കയറി പറ്റിയത് എന്ന് എത്ര തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ പ്രത്യേക പേര് വന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഇവിടെ ഇപ്പോ ഒറ്റ മിനിറ്റ്, പ്രതിപക്ഷ നേതാവിന്റെ പേര് കേരളത്തിലെ മിസ്റ്റർ കൃഷ്ണപ്രസാദ്, ഞാൻ പറയട്ടെ, ഈ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഇവിടുന്ന് കൊടുത്ത ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ
ഏതായാലും പ്രധാനമന്ത്രി ഇടപെട്ട് ആ പേര് ഉൾപ്പെടുത്തും എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ കൊടുത്ത ഡ്രാഫ്റ്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഫൈനലായി കൺകറൻസോട് കൂടി വന്നിരിക്കുന്ന ഫൈനൽ ലിസ്റ്റിൽ ആ പേര് ഉൾപ്പെട്ടത്. ആ ലിസ്റ്റ് വരാതെ, അന്തിമ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൺകറൻസ് കിട്ടാതെ നമുക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ, ഇന്നതാണ് നിങ്ങളുടെ കടമ, ചുമതല എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും വ്യക്തമാണല്ലോ. പിന്നെ BJPയുടെ പ്രതിനിധി ഹൈക്കോടതി അഭിഭാഷകൻ വന്ന് അതിൽ എങ്ങനെ ന്യായീകരിച്ചാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൽ ധാരണയുണ്ടല്ലോ. നിങ്ങൾക്ക് കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പച്ചയായ രാഷ്ട്രീയം കളിച്ചിട്ടാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിക്കോട്ടെ, ഞങ്ങൾ അതിലൊന്നും ഒരു തർക്കം ഉന്നയിക്കുന്നില്ല. കാരണം ഇതിലിപ്പോ ആരാണ് ഈ കല്ലിട്ട സ്ഥലത്ത് കപ്പൽ ഓടിച്ചത്, ആരാണ് ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തത്, ആരാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സമരം നടത്തിയത്? 212 ദിവസം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ വലിയ ലോങ് സമരം, ഈ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്രയും വലിയ സമരം നടന്നിട്ടുണ്ടാവില്ല. വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ മനുഷ്യച്ചങ്ങല പിടിച്ചത് ആരാണ്? മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണി ആരാണ്? അവസാന കണ്ണി ആരാണ്? ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചേ, ആരാണ് ചൈനീസും ബന്ധമുള്ള കമ്പനി എന്ന രൂപത്തിൽ അംഗീകാരം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കാത്തത്? UPA ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുമ്പോൾ സാക്ഷാൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കോൺഗ്രസ് നടത്തിയ ടെൻഡറിന്റെ ഭാഗമായി ആ ടെൻഡർ കിട്ടിയ കമ്പനിക്ക് ചൈനീസ് ബന്ധം ആരോപിച്ച് കൊടുക്കാതെ വർഷങ്ങൾ ഈ പദ്ധതി നീട്ടിക്കൊണ്ടുപോയത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം അങ്ങ് തട്ടി വിടുക. അതോടെ തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഒപ്പിട്ട കരാറുമായി ഞങ്ങൾ മുന്നോട്ട് പോവില്ലെന്ന് 2016 കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു എന്നൊക്കെയാ പറയണേ. പച്ചയായ നുണ പറയല്ലേ. പിണറായി വിജയനോട് പത്രമാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സംസ്ഥാനവും ഒരു പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനിയും തമ്മിലുള്ള കരാർ, ആ കമ്പനി കരാറിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അത് വലിയ നിയമ പോരാട്ടത്തിന് വഴിവെക്കും. അതോടൊപ്പം തന്നെ വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഈ പദ്ധതി കേരളത്തിൽ ഒരിക്കലും വരാത്ത ഒരു സാഹചര്യം, അൺകണ്ടീഷണൽ ഡിലേ വരും. അതുകൊണ്ട് കരാർ ഒപ്പുവെട്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ആ കരാറുമായി മുന്നോട്ട് പോകും. അതിന്റെ ഉള്ളടക്കത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അത് കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഉള്ളടക്കമല്ല എന്ന് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും പറഞ്ഞത്. ആ പ്രകടന പത്രികയിൽ അതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നെ മിസ്റ്റർ നിയാസ്. നുണ പറയല്ലേ. ആ നുണ അങ്ങ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ളതാണ്. റൈറ്റ്.